ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുമ്പിയുടെ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷെ നമ്മൾ ആദ്യം തുമ്പിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തുമ്പിയുടെ അക്കൗണ്ട് ഞങ്ങൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീക്കിൽ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേറെ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രാജകുമാരി പല്ല് തേക്കലാണ്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തൊട്ട് അവൾക്ക് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതിനെ കൊണ്ട് പല്ല് തേക്കാൻ മടിയൊന്നുമില്ല. പക്ഷേ അവൾ തുപ്പില്ല, അതേപോലെ ഇറക്കും. അതുകൊണ്ട് പേസ്റ്റ് തേക്കുന്ന പോലെ നമ്മൾ ആക്ട് ചെയ്യുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കുളിക്കാനും എണ്ണയൊക്കെ തേച്ചിരിക്കുകയാണ്. അപ്പം അവളെ താഴെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വേഗം അച്ഛൻ്റെ മടിയിൽ കയറി ഇരിക്കുക കേട്ടോ. അതും കഴിഞ്ഞ് വലിയൊരു യുദ്ധത്തിന് ശേഷം കുളിയും കഴിഞ്ഞിരിക്കുക കേട്ടോ. അവൾക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ്, ഭയങ്കര മടിച്ചാണ്. പിന്നെയാണ് മെയിനായിട്ടുള്ള പരിപാടി. അപ്പോൾ നമ്മളെ അമ്മമാർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഫുഡ് കഴിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം തുമ്പിക്ക് പറഞ്ഞാൽ ഫുഡ് റൂട്ടീൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് രാവിലെയും രാത്രിയും കുറുക്ക് മസ്റ്റായിട്ട് കൊടുക്കും. പിന്നെ അവൾക്ക് കഴിക്കാൻ അങ്ങനെ കുറുക്ക് കഴിക്കാൻ മടിയൊന്നുമില്ല, അവൾ കഴിച്ചോളും. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് നേരം നമ്മളങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, കഴിച്ചോളൂ കേട്ടോ. പിന്നെ അവൾക്ക് കാത്തു വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൾ ഒത്തിരി നേരം അതും കണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഒപ്പം അറിയാതെ വാതിറക്കുകയും ചെയ്യും. ആ വാതിറക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ നന്നായിട്ട് അങ്ങ് ഫുഡ് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു മുട്ട കൊടുക്കുന്നുണ്ട്. മുട്ട രാവിലെ ഡെയിലി കൊടുക്കാറുള്ളതാണ്. അപ്പം മുട്ടയും കൊടുക്കുന്നുണ്ട്. അത് അവൾക്ക് ഇഷ്ടമാണ്, അതവൾ കഴിച്ചോളും. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഒന്ന് കിടത്തി ഉറക്കണം. അപ്പം ഞങ്ങൾക്കൊന്ന് ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അത് ഞാൻ അവളെ ഉറക്കി കഴിഞ്ഞ് കണ്ണൊക്കെ എഴുതി കൊടുക്കണം, ഉറങ്ങിയാലാണ്. അപ്പോൾ അവൾ ഉറങ്ങുന്നതിന് മുന്നേ ഒരു മുട്ടായി ിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കഷ്ണം കയ്യിൽ അങ്ങനെ തന്നെ ഉണ്ട്. അതും പിടിച്ചിട്ടാണ് അവൾ കിടന്ന് ഉറങ്ങണത്. പിന്നെ അവൾ ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുള്ളതിനെ കൊണ്ട് പെട്ടെന്ന് ഓരോന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ല. അപ്പം രാവിലെ നമുക്ക് പറമ്പെന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്കും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുളിച്ചു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ അവളെ എടുത്തു. അപ്പോൾ ഉറക്കം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. അപ്പം എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഞാനൊരു ഗ്ലാസ് പാല് കൊടുത്തു. അങ്ങനെ തന്നെയാണ് ഡെയിലി അവൾക്ക് ഉറക്കം രാവിലത്തെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പാൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പശുവും പാല കൊടുക്കുന്നത്, അത് കാട്ടുംപാല കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിയേട്ടൻ വന്നുകൊണ്ടിട്ട് രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഹാഫ് ഡേ എടുത്തിട്ട് വന്നതാണ്. നമ്മൾ ഇന്നൊരു റിസോർട്ടിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സർപ്രൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ ആയിരിക്കും. പറയുന്നത് നമ്മുടെ അമ്പലവയൽ തന്നെയാണ്. നമ്മുടെ വാം ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വയനാട്ടിൽ വരുമ്പോൾ ട്രിപ്പ് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടേക്ക് പോകുന്നു കേട്ടോ. അതുമാത്രമല്ല നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഈ ഒരു കോട്ടേജാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തുമ്പി അച്ഛയും കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാം കേട്ടോ. അപ്പോൾ ബെഡ്റൂം ആണെങ്കിലും എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്ലൈമറ്റും നല്ല മഴയെ കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ആരും മിസ് ചെയ്യേണ്ട. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കോൺടാക്ട് നമ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് DM ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ പേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാം കേട്ടോ. പുണ്യേട്ടനാണെങ്കിൽ തണുത്തിട്ട് വയ്യ, ഭയങ്കര മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം തണുത്തിട്ട് പറ്റുന്നില്ല. അപ്പോൾ തുമ്പി സമ്മതിക്കാത്തതിനെ കൊണ്ടാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത്. അവളാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കുളിക്കാൻ മടിയാണ്. വീട്ടിലാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. ആ ഉറക്കം ഞങ്ങൾ എണീറ്റത് 9 മണിയാകുമ്പോഴാണ് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് തുമ്പിയുടെ മൂഡ് അത്ര നല്ലതല്ലാത്തതിനെ കൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.